ഹായ് ഹലോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ c&svlog. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ക്രിസ്മസിന് വേണ്ടിയിട്ട് വൈൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ വൈനൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ 6.5 കിലോ മുന്തിരിയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത് അതൊന്ന് അഴിച്ച് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുക എന്നുള്ളതാണ് കേട്ടോ. പിന്നെ ആ ഒരു മുന്തിരിയുടെ തണ്ടുമേന്നായിട്ട് നമ്മൾ മുന്തിരിയൊക്കെ ഇങ്ങനെ പറിച്ച് മാറ്റി അടർത്തിയിടില്ലേ, അപ്പോൾ അങ്ങനെ ഒന്ന് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ കുറച്ച് മുന്തിരിയൊക്കെ ഒന്ന് അടർത്തിയെടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ളത് കൂടി അങ്ങനെ ഒന്ന് ആക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇങ്ങനെ നമ്മൾ വാങ്ങുമ്പോൾ ചിലതൊക്കെ ഇങ്ങനെ കേടായിട്ടുള്ള മുന്തിരിയൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റുന്നുണ്ട്. അതുപോലെ ഇത് കംപ്ലീറ്റ് ആയിട്ടൊന്ന് അടർത്തിയെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ അതിലേക്ക് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം എന്തോ 4 കിലോ പഞ്ചസാരയായിട്ടാണ് ചേർത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് നമ്മളൊരു 2-2.5 കിലോളം പഞ്ചസാര വീണ്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ടോട്ടൽ ഒരു 6.5 കിലോ 7 കിലോ അടുത്ത് നമ്മൾ പഞ്ചസാരയും ചേർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതുപോലെ ഞെരടിയെടുക്കാൻ കേട്ടോ ചെയ്യണേ. എനിക്ക് തോന്നുന്നത് നമ്മുടെ മുന്തിരിയുടെ പുളിയൊക്കെ നോക്കിയിട്ടാണ് ആ ഒരു പഞ്ചസാരയുടെ അളവ് തീരുമാനിക്കണമെന്നാണ് കേട്ടോ. അപ്പോൾ അതെനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. പിന്നെ അതിൽ നിന്ന് ഞാൻ കുറച്ച് മുന്തിരി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ നമുക്ക് ജ്യൂസ് അടിച്ച് കുടിക്കാനായിട്ട് തോന്നി. അപ്പോൾ ഇത്രയും മാത്രമേ എടുത്തിട്ടുള്ളൂ. മിക്സിയുടെ ജാറിലേക്ക് നമ്മളതൊന്ന് അടർത്തി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ആവശ്യത്തിന് കുറച്ച് പഞ്ചസാരയും വെള്ളവും കൂടി ചേർത്തിട്ട് അതൊന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് അടിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ ജ്യൂസും റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി അത് അടിച്ചെടുത്തിട്ട് ഞാൻ തന്നെ കുടിക്കാൻ പോവാണ്. കുറച്ച് മമ്മിക്കിൻ്റെ അരിക്കൊക്കെ കൊടുക്കുക, കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഈ ജ്യൂസൊക്കെ അടിച്ചു കുടിക്കുന്ന സമയത്ത് മമ്മി മുന്തിരിയും പഞ്ചസാരയും കൂടി ചേർത്തിട്ട് ഇങ്ങനെ നന്നായിട്ട് തിരുമ്മിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പട്ടയും കരയാമ്പും പിന്നെ ഏലക്കായും എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു പഞ്ചസാരയൊക്കെ ചേർത്തെടുത്തില്ലായിരുന്നോ, എന്നിട്ട് ബക്കറ്റിൽ വെച്ച് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിലേക്ക് ഇതൊക്കെ പൊടിച്ചിട്ട് നമ്മൾ അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇതിങ്ങനെ മിക്സ് ചെയ്യണ കണ്ടപ്പോൾ ശരിക്കും പെട്ടെന്ന് എനിക്ക് നോക്കിയപ്പോൾ ഇങ്ങനെ തല കറങ്ങണ പോലെ തോന്നി. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ എന്ന് നോക്കാം കേട്ടോ. ശരിക്കും ഇതിങ്ങനെ കറങ്ങണ കാണുമ്പോൾ എന്തോ തലയ്ക്കൊക്കെ എന്തോ പോലെ തോന്നണല്ലേ. എൻ്റെ തോന്നൽ മാത്രമാണോന്ന് അറിയില്ല. ശരിക്കും പെട്ടെന്ന് എനിക്ക് നോക്കിയപ്പോൾ എന്തോ തലയ്ക്കൊക്കെ എന്തോ പോലെ തോന്നിയായിരുന്നു. പിന്നെ ആദ്യം നമ്മൾ പട്ടയും കരയാമ്പും ഏലക്കായും കൂടി പൊടിച്ചിട്ടാണ് ചേർത്ത് കൊടുത്തത്. അത് കഴിഞ്ഞ് കുറച്ച് ഇഞ്ചി എടുത്തിട്ട് ചതച്ച് അതുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ടാണ് നമ്മൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ നമ്മുടെ ബക്കറ്റ് മൂടി വയ്ക്കാം കേട്ടോ. പിന്നെ ഇടയ്ക്ക് നമ്മളതൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കുമായിരുന്നു. പിന്നെ 7 ദിവസം കഴിയുമ്പോൾ നമ്മൾ തിളപ്പിച്ചാറിയ വെള്ളം അതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ കുറച്ചതിൽ നിന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഇത്രേ തന്നിട്ടുള്ളൂ. അപ്പോൾ ഞാനാണ് ഇവിടുത്തെ വൈൻ ടേസ്റ്റർ.
എപ്പോഴും വൈൻ കിട്ടുമ്പോൾ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കും. ഇപ്പോൾ ഇടയ്ക്ക് വെച്ച് നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തതാണ് കേട്ടോ ഞാൻ കാണിച്ചത്. പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ മൂടി വെച്ചു. അത് കഴിഞ്ഞ് 7 ദിവസം കറക്റ്റ് നമ്മൾ ആ ഒരു മുന്തിരിയൊക്കെ അങ്ങനെ വെച്ചിട്ട് 7 ദിവസം കഴിയുമ്പോഴാണ് തിളപ്പിച്ചാറിയ വെള്ളം ചേർത്ത് കൊടുക്കണേ. അങ്ങനെ 7 ദിവസം കഴിയുമ്പോൾ ഇതുപോലെയാണ് നമ്മുടെ മുന്തിരി ആയിട്ടുണ്ടാവുക. ഇനിയിപ്പോൾ നേരത്തെ പറഞ്ഞ രീതിയിൽ നമ്മൾ അതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ വെള്ളമൊക്കെ ചേർത്ത് കഴിഞ്ഞൊരു 2 ദിവസം കൂടി കഴിയുമ്പോൾ നമുക്കത് അരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പാത്രം കൊണ്ടുവന്ന് വെച്ചേക്കണതാണിത്. അങ്ങനെ 9 ദിവസം കഴിഞ്ഞപ്പോൾ നമ്മുടെ മുന്തിരി എങ്ങനെയായിട്ടുണ്ടെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് കിട്ടിയേക്കണേ. അപ്പോൾ ആ ഒരു മുകളിൽ നിന്നായിട്ട് നമ്മൾ ഇതുപോലെ മുന്തിരി ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. അങ്ങനെ കംപ്ലീറ്റ് മുന്തിരിയൊക്കെ എടുത്ത് മാറ്റി കഴിയുമ്പോൾ ഇതുപോലെയാണ് കേട്ടോ നമുക്ക് കിട്ടിയേക്കണേ. ഇനിയിപ്പോൾ അതൊന്ന് അരിച്ചെടുക്കണുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മുടെ അടിപൊളി വൈൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അരിച്ചെടുത്തിട്ട് ഇതുപോലൊരു കുടത്തിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട്. പിന്നെ ഇത് നമുക്ക് വേണ്ടി മാത്രമുള്ളതല്ല, എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. എല്ലാവർക്കും എന്ന് വെച്ചാൽ വീട്ടുകാർക്ക് തന്നെയാണ്. നമ്മൾ ക്രിസ്മസിന് എല്ലാവർക്കും കേക്കും വൈനൊക്കെ കൊണ്ട് കൊടുക്കില്ലേ, അപ്പോൾ കുറച്ച് വെച്ച് വൈൻ കൊടുക്കും. പിന്നെ അത് എടുത്ത് വയ്ക്കുന്നതിന് മുമ്പായിട്ട് എനിക്ക് കുറച്ച് വൈൻ തന്നിട്ടുണ്ട് കുടിച്ച് നോക്കാനായിട്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.